രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അല്പസമയത്തിനകം 9 മണിക്കാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണം തുടങ്ങുക. 1.5 മണിക്കൂർ ബജറ്റ് അവതരിപ്പിക്കും എന്നാണ് സൂചന. കോവിഡ് പശ്ചാത്തലത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് ബജറ്റിൽ പ്രത്യേക കരുതലുണ്ടാവും. കാർഷിക വ്യാവസായിക മേഖലകൾക്കും ബജറ്റിൽ പരിഗണനയുണ്ടാവും. ബാലഗോപാലിന്റെ കന്നി ബജറ്റ് കൂടിയാണ് ഇന്നത്തേത്. അച്ചടിച്ച ബജറ്റിന്റെ കോപ്പി ഉദ്യോഗസ്ഥർ ധനമന്ത്രിക്ക് കൈമാറി. ശരനാണ് അവിടെ നിന്നും ചേരുന്നത്. ശരൺ, നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ നേരത്തെ ഇതിന്റെ കോപ്പി കൈമാറി, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നടപടികളിലേക്ക് കടക്കുന്നു. ശരൺ, മനസ്സിലാക്കുന്നത് 1.5 മണിക്കൂർ വരെ ബജറ്റ് പ്രസംഗം നീളും എന്നുള്ളതാണ് അല്ലേ? കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുമുണ്ട്. എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും അത്തരത്തിൽ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബജറ്റ് പ്രസംഗമായിരിക്കും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കെ എൻ ബാലഗോപാൽ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത്. അദ്ദേഹം താമസിക്കുന്നത് തൈക്കാട് ഗസ്റ്റ് ഹൗസിലാണ്. അവിടുത്തെ മുറിയിൽ നിന്നും അദ്ദേഹം ഇറങ്ങി താഴേക്ക്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തുകയും തുടർന്ന് അച്ചടി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. അപ്പോഴാണ് അച്ചടി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ബജറ്റിന്റെ കോപ്പി അദ്ദേഹത്തിന് കൈമാറിയത്. അതിനുശേഷമാണ് അദ്ദേഹം പ്രഭാത ഭക്ഷണത്തിനായി ഹാളിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ മുറിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അച്ചടി വകുപ്പ് ഉദ്യോഗസ്ഥരും മടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഏവരും ഉറ്റുനോക്കുന്ന ഒരു ബജറ്റായി ഇത് മാറുകയാണ്. പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ബജറ്റ് അവതരണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് കഴിഞ്ഞ തവണ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ തുടർച്ചയായ 2ാമത്തെ വർഷത്തിലും ലോക്ക്ഡൌൺ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനവിഭാഗങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആശ്വാസമേകുന്ന പദ്ധതികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ഈ ആരോഗ്യ മേഖലയിലടക്കം ഏത് രീതിയിലുള്ള പദ്ധതികളായിരിക്കും ഉണ്ടാകുക എന്ന കാര്യവും അദ്ദേഹത്തോട് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ആരോഗ്യ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ സ്വാഭാവികമായും കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ 2ാം തരംഗത്തെ നേരിടാനുള്ള പദ്ധതികൾ, ഇതോടൊപ്പം തന്നെ 3ാം തരംഗം ഒഴിവാക്കാനുള്ള പദ്ധതികൾ, അത്തരത്തിലുള്ള വ്യത്യസ്തമായ പദ്ധതികൾ തന്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മറ്റ് മേഖലയിലടക്കം ഇപ്പോൾ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അതിനെ മറികടക്കുന്നതിനുള്ള ഉതകുന്ന രീതിയിലുള്ള ജനകീയ ബജറ്റ് കൂടി തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ തവണ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ് നമുക്കറിയാം. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അങ്ങനെ തുടരാനാണ് സാധ്യത. പ്രത്യേകിച്ച് അതിന്റെ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റുകളിൽ ചില കൂട്ടിച്ചേർക്കലുകൾ, അത്തരത്തിലുള്ള ഇടപെടൽ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 8:30 കൂടിയാണ് അദ്ദേഹം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങുക. അതിനുശേഷം അദ്ദേഹം നേരിട്ട് നേരെ നിയമസഭയിലേക്കാണ് പോവുക. അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം 9 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക. ഏതായാലും 9 മുതൽ 10:30 വരെ നീണ്ടു നിൽക്കുന്ന ബജറ്റ് അവതരണമായിരിക്കും കെ എൻ ബാലഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതുമാണ്. ഏതായാലും ഏവരും ഉറ്റുനോക്കുന്ന ബജറ്റ് അവതരണം, അതിനായി ഇനി 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. കൃത്യം 9 മണിക്ക് തന്നെ ബജറ്റ് പ്രസംഗം ആരംഭിക്കും. 10:30 വരെ നീണ്ടു നിൽക്കുന്ന ബജറ്റ് പ്രസംഗമായിരിക്കുമെന്നുള്ള കാര്യം കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാം ഈ ആരോഗ്യ മേഖലയിലടക്കം കൂടുതൽ പദ്ധതികൾ വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ ഉതകുന്ന രീതിയിലുള്ള ബജറ്റ് അവതരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരൺ തുടരുക. ശരനാണ് ഇപ്പോൾ മന്ത്രിയുടെ അടുത്തുള്ളത്. സജിത്ത് കൂടി ചേരുന്നു വിശദാംശങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി. സജിത്ത്, നമ്മൾ മണിക്കൂറുകളായി സംസാരിക്കുന്നത് പോലെ തന്നെ ഒരു ദുരിതകാലത്തെ ബജറ്റാണ്. പക്ഷേ സ്വപ്നം കാണുന്നത് കുറയ്ക്കാനൊട്ട് പറ്റുകയുമില്ല. സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും വേണം. സാമ്പത്തിക വിദഗ്ധരുമായൊക്കെ സൈത്ത് കഴിഞ്ഞ ദിവസം സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയാണ് സൈത്ത് പ്രധാന വെല്ലുവിളികൾ? കെ എൻ ബാലഗോപാലിൻ്റെ മുന്നിലുള്ള വെല്ലുവിളികൾ പലതാണ്. കാരണം ഇത്തരമൊരു ദുരിതകാലത്ത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷ വളരെ വലുതാണ്. ആ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കാൻ ബജറ്റിന് കഴിയുമോ എന്ന വെല്ലുവിളി. ഒരു കാര്യം വ്യക്തമാണ്, ജനുവരിയിൽ അവതരിപ്പിച്ച തോമസ് ഐസക്കിൻ്റെ ബജറ്റിൻ്റെ കൂട്ടിച്ചേർക്കലുകളായിരിക്കും ഈ ബജറ്റിലുണ്ടാവുക. ചില പുതിയ ആശയങ്ങളുണ്ടായേക്കാം. ഒപ്പം കഴിഞ്ഞ 3-4 മാസമായി സംസ്ഥാനത്ത് ഉള്ള പൊതു സാഹചര്യം വിലയിരുത്തിയുള്ള ഇടപെടലുകളും സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. പ്രകടന പത്രികയിൽ നൽകിയ ഉറപ്പുകളിലുള്ള ചില
പൂർത്തീകരണമൊക്കെ ഈ ബജറ്റിൽ ഒരുപക്ഷെ ആ തരത്തിലും കൈവച്ചേക്കാം. ഇതൊക്കെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആരോഗ്യമേഖലയ്ക്ക് കൈത്താങ്ങാവുന്ന പുതിയ ഇടപെടലുകൾ തോമസ് ഐസക് നേരത്തെ തന്നെ കോവിഡ് കാലത്തിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപനമടക്കമുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ച പക്ഷേ ഉണ്ടാവണം. അതിനുശേഷമുണ്ടായ പുതിയ സാഹചര്യങ്ങളാണ് കോവിഡ് മരണങ്ങൾ മൂലം അനാഥമാക്കപ്പെട്ട കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് ഉള്ള പ്രത്യേക സഹായം വേണമെന്ന ആവശ്യം. ഇതിനൊക്കെ പ്രത്യേക തരത്തിലുള്ള ചില പ്രത്യേക പാക്കേജ് പ്രഖ്യാപനമടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമാണ് പുതിയ വെല്ലുവിളി വാക്സിനേഷൻ സംബന്ധിച്ച് സർക്കാരിന് മുന്നിലുണ്ടായത്. അതായത് സൗജന്യ വാക്സിനേഷൻ എല്ലാവർക്കും ഉണ്ടാകും, സൗജന്യം വാക്സിൻ എന്ന് സർക്കാർ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതിന് പണം കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളിയുണ്ട്. നിലവിൽ സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു പുതിയ പ്രഖ്യാപനം ഒരു പക്ഷേ വാക്സിനേഷൻ സംബന്ധിച്ച് നടത്തിയേക്കാം. ഇതാണ് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന് പുറമെ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ വിഭവ സമാഹരണത്തിലാണ്. അത് കാരണം സംസ്ഥാനം വലിയ കടക്കണിയിലാണ്, വലിയ ചിലവേറുന്നു. ഇത്തരം വലിയ ദുരിതകാലത്ത് ഈ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ സാമ്പത്തിക കണക്കെടുപ്പിൽ എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ധനമന്ത്രിക്ക് കഴിയുമെന്നതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികളിലൊന്ന്. സ്വാഭാവികമായും അത് മറികടക്കുന്ന വിഭവ സമാഹരണത്തിന് വേണ്ടിയുള്ള പുതിയ മാർഗങ്ങൾ തേടൽ ധനമന്ത്രി കണ്ടെത്തിയേക്കാം. അത് ഏതൊക്കെ എന്നതാണ് പ്രത്യേകതയുള്ള കാരണം. കഴിഞ്ഞ തവണ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ബജറ്റായിരുന്നു. സ്വാഭാവികമായും ജനങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടാക്കുന്ന കൂടുതൽ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ആ ബജറ്റിൽ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇത്തവണ അത്ര വെല്ലുവിളിയില്ല, തെരഞ്ഞെടുപ്പ് കാലത്തെ ബജറ്റില്ല. സ്വാഭാവികമായും വരുമാന വർധനവിനുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടായേക്കാം. സർക്കാർ ഫീസുകൾ ചില മേഖലകളിലെങ്കിലും ഫീസ് വർധനവുണ്ടാവാം. മറ്റു ചില പുതിയ നികുതികൾ സംസ്ഥാന സർക്കാരിന് ഏർപ്പെടുത്താൻ കഴിയുന്ന ചില മേഖലകളിലുള്ള നികുതി വർധനവൊക്കെ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള വിഭവ സമാഹരണം ഉണ്ടായേക്കാം. അതിന് പുറമെ പരമ്പരാഗത മാർഗങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വിഭവ സമാഹരണത്തിലുള്ള പുതിയ മാർഗങ്ങൾ തേടാനുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് പ്രസക്തമായ കാര്യം. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, സംസ്ഥാനത്തിൽ ലഭിക്കുന്ന GST നഷ്ടപരിഹാരം അടുത്ത വർഷം കൊണ്ടത് പൂർത്തി 2022 കൊണ്ട് കേന്ദ്ര നഷ്ടപരിഹാര വിഹിതം ഇല്ലാതാവുകയാണ്. അങ്ങനെയെങ്കിൽ വിഭവ സമാഹരണത്തിന് കണ്ടെത്തേണ്ടി വരുന്ന പുതിയ സാധ്യതകൾ, ഒപ്പം തന്നെ GST വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ഇടപെടൽ, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഈ സംസ്ഥാന ബജറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യ മേഖലയാണ് ഏറ്റവും ശ്രദ്ധയൂന്നുന്ന കാര്യം. അതിലേക്ക് എന്തൊക്കെ കരുതലുകളാണ് നടത്തുന്നത്, അതിനുവേണ്ടിയുള്ള ഇടപെടൽ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ പ്രതീക്ഷിക്കുന്നതാണ്. കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 2ാം ഘട്ടത്തിലേക്കുള്ള സർക്കാരിൻ്റെ പുതിയ നീക്കങ്ങളാണ് പ്രധാനപ്പെട്ടത്. അതായത് കെ ഫോണിൻ്റെ 1ാം ഘട്ടം സർക്കാർ ഓഫീസുകളിലേക്ക് ഇന്റർനെറ്റ് നേരിട്ടെത്തിക്കുന്ന പദ്ധതിയാണ്. ഇത് 2ാം ഘട്ടത്തിൽ ഏറെ പ്രസക്തമായതാണ്. വീടുകളിലേക്ക് നേരിട്ട് ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കാനുള്ള ഇടപെടൽ, ആ കെ ഫോൺ പദ്ധതിയുടെ പൂർത്തീകരണം ഏതു തരത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ നിയമസഭയിലടക്കം ഈ വിഷയം സജീവമായ ചർച്ചയിൽ വന്നതാണ്. കാരണം സംസ്ഥാനത്തെ 7 ലക്ഷത്തോളം കുട്ടികൾക്ക് ഇപ്പോഴും പഠന സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നതാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക യോഗവും വിളിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാ കുട്ടികൾക്കും ഈ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ്, ഈ ദുരിതകാലത്ത് ഓൺലൈൻ പഠന സൗകര്യം വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ഒരുപക്ഷേ ഈ കെ ഫോൺ പദ്ധതി പ്രഖ്യാപിച്ചു വെച്ചപ്പോൾ അത്ര കണ്ട് കേരളത്തിന് ഇത് ആവശ്യമായിരുന്നു എന്ന ചോദ്യങ്ങൾ ഉയർന്നെങ്കിൽ കൂടിയും ഇപ്പോൾ ആ പദ്ധതിക്ക് അങ്ങേയറ്റം പ്രസക്തമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കരുതലുകൾ ഉണ്ടാകുമെന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. എന്തായാലും 9 മണിക്ക് തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ KN ബാലഗോപാൽ നിയമസഭയിലേക്ക് തിരിക്കും. ശരി സായി, തിരിച്ചു വരാം. തീരമേഖലയ്ക്ക് ബജറ്റിൽ കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. കടലേറ്റം തടയാനുള്ള പദ്ധതികളും പ്രതീക്ഷിക്കുന്നു. സാംസ്കാരിക മേഖലയ്ക്കും കൂടുതൽ സഹായം ഉണ്ടാകുമെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. VV അരുണിന്റെ റിപ്പോർട്ട്. നമ്മോടൊപ്പം ചേരുന്നത് മന്ത്രി സജി ചെറിയാനാണ്. എന്താണ് തീരമേഖല ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഈ ബഡ്ജറ്റ് കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൻ്റെ അവസാനം അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ തുടർച്ചയാണ്. ആ ബഡ്ജറ്റിൽ തന്നെ തീരദേശ മേഖലയുടെ സംരക്ഷണത്തിന് ധാരാളം പ്രഖ്യാപനങ്ങളും സാമ്പത്തിക സഹായവും നീക്കിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നീക്കിവെച്ച സാമ്പത്തിക സഹായങ്ങൾ വകുപ്പ് തലത്തിലേക്ക് ചർച്ച ചെയ്ത് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗം വരുന്നത്. രണ്ടാമത്തെ ഭാഗം ഞാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഈ ബഡ്ജറ്റിന് ശേഷം തീരദേശ മേഖലയിലുണ്ടായ ചില പ്രയാസങ്ങളുണ്ട്, പ്രത്യേകിച്ച് കടലാക്രമണം. അത്തരം ഒരു പശ്ചാത്തലത്തിൽ അധികമായി, കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നു നമുക്കെല്ലാവർക്കും അറിയാം. കേന്ദ്ര സഹായം യാതൊരു തരത്തിലും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. എന്തെങ്കിലും കൂടുതലായ സഹായം ഉണ്ടാകുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമാ മേഖലയൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. എന്തെങ്കിലും സഹായം ഈ ബജറ്റ് അതിന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സാംസ്കാരിക മേഖലയ്ക്ക് ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി കിട്ടിയാൽ നല്ലതാണ്. അത് മന്ത്രി എന്ന നിലയിൽ എൻ്റെ ആഗ്രഹമാണല്ലോ. ഫിഷറീസ് മേഖലയ്ക്ക് അദ്ദേഹം കൂടുതൽ തീരദേശ മേഖലയ്ക്ക് കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നു. അതിനൊപ്പം എല്ലാ മേഖലകൾക്കും തുല്യ പരിഗണന നൽകുന്ന ഒരു ബജറ്റ് ആകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ.
കൈത്തറിക്ക് ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ്. ഇന്നും ഊടും പാവും നെയ്ത് ജീവിക്കുന്ന ആയിരങ്ങൾ ഈ ബജറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഇതാണ്. വസ്ത്ര വിൽപ്പന തന്നെ കുത്തനെ കുറഞ്ഞതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് ഈ മേഖല. നെയ്ത്ത് തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി താപം ബാലകൃഷ്ണനൊപ്പം കണ്ണൂരിൽ നിന്ന് മനുപുരത്തിന്റെ റിപ്പോർട്ട്. കോവിഡ് മൂലം വലിയ പ്രതിസന്ധിയിലായ കൈത്തറി നെയ്ത്ത് മേഖല വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. എന്നോടൊപ്പമുള്ള ശ്രീ താപം ബാലകൃഷ്ണൻ, അദ്ദേഹം കൈത്തറി നെയ്ത്ത് തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. കോവിഡ് വലിയ തോതിൽ ഈ മേഖലയെ പിന്നോട്ടടിച്ചെന്ന് തോന്നുന്നു, അല്ലേ? അടിച്ചിട്ടുണ്ട്. കോവിഡ് വന്നതിന് ശേഷം കൈത്തറി മേഖലയിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അത് ജോലിയില്ലാത്ത പ്രശ്നം, നൂല് കിട്ടാതെ തുടർന്നിട്ടുള്ള, നൂല് ലഭ്യമല്ലാതെ തുടർന്നുള്ള പ്രശ്നങ്ങൾ. അതിനും പ്രധാനമായിട്ടുള്ളൊരു കാരണം നമ്മുടെ കണ്ണൂർ ആസ്ഥാനമായിട്ടുള്ള NHDC, അത് കണ്ണൂരായിരുന്നു അതിൻ്റെ ഓഫീസ്. ഇപ്പോൾ അത് ബാംഗ്ലൂരേക്ക് മാറ്റിയത് തുടർന്ന് അതിൻ്റെ ഫലമായിട്ട് കൂടി കാലതാമസം വരുന്നുണ്ട്. നൂലുണ്ട് അവിടെ പോയി ഇവിടത്തേക്ക് വരേണ്ട. അത് കേന്ദ്ര ഗവൺമെൻറ് കരുതി കൂട്ടിയിട്ട് കേരള സംസ്ഥാനത്തിൻ്റെ ആ കണ്ണൂർ പ്രത്യേകിച്ചും കൈത്തറി മേഖലയിൽ സംസ്ഥാനത്ത് ഒട്ടുക്കും വലിയ സഹായം ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതാണ് എടുത്ത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയത്. ഈ വരുമാനമില്ലാത്തത് തൊഴിലാളികൾ എങ്ങനെയാണ് പറയാം? ഒന്ന്, നൂലിൻ്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ നൂല് കാശില്ലാതെ കൊണ്ടാണ്, ഗവൺമെൻറ്റാണ് നൂലെടുത്ത് കൊടുക്കേണ്ടത്. പിന്നെ സംഘങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തന മൂലധനം, അതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം വരുമ്പോൾ തൊഴിലാളിക്ക് കിട്ടേണ്ട ഇപ്പോൾ ആനുകൂല്യങ്ങളിലടക്കം വിഷമം വരുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ വായ്പകൾ, ഇപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, ബാങ്ക് മുഖാന്തരം കൊടുക്കുന്ന ക്യാഷ് ക്രെഡിറ്റ്. ആ ക്യാഷ് ക്രെഡിറ്റ് 11% അവർ പലിശയെങ്കിലും പലത്തിലത് 13% ആവും. ആ പലിശ ആണെങ്കിൽ കോവിഡ് കാലത്ത് അടച്ചിട്ട കാലത്ത് ആ പലിശ പിന്നെ ഇളവ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഗവൺമെൻറ് ഇടപെട്ട് അത് ഇളവ് ചെയ്ത് കൊടുക്കണം പലിശ അടച്ചിട്ട കാലത്തെങ്കിലും. മറ്റ് പലിശ അവർ പലിശയിൽ കുറവ് വരുത്താറുണ്ട്. ഇപ്പോൾ അതുപോലെ പ്രവർത്തന മൂലധനത്തിന് പ്രത്യേകിച്ചും സ്ഥാപനങ്ങൾക്കുള്ള വായ്പ, ചെറിയ പലിശക്കുള്ള വായ്പ കൊടുത്തിട്ട് ആ പ്രവർത്തന മൂലധനം ഉണ്ടാകും. റിബേറ്റ് കുടിശ്ശിക കിട്ടാനുണ്ട്. അപ്പോൾ ഈ തൊഴിലാളിക്ക് കൊടുക്കുന്ന ഈ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് ഉണ്ട്, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കി, ആ 2 വർഷമായിട്ട് കൊടുക്കുന്നില്ല. അത് അവർക്ക് അടിയന്തരമായിട്ട് ഇപ്പോൾ കിട്ടാനുള്ള നടപടിയാണ് ഇപ്പോൾ വേണ്ടത്. അത് ആ പ്രൊഡക്ഷൻ കൂടുതൽ ആ പ്രൊഡക്ഷനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊടുത്തൊരു പദ്ധതിയായിരുന്നു. അതുകൂടെ കിട്ടണം. പൊതുവേ മൊത്തത്തിൽ അതുകൂടാതെ പ്രധാനമായിട്ട് മേഖല നമുക്കറിയാം, കൈത്തറി വ്യവസായം എന്ന് പറയുന്നത് ഒരു സംരക്ഷണ വ്യവസായമാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായം കൊണ്ട് മാത്രം നിലനിൽക്കുന്നൊരു വ്യവസായമാണിത്. ആ നിലയിൽ അവരുടെ സഹായം വേണം. കേന്ദ്ര ഗവൺമെൻറ് അങ്ങ് റിബേറ്റ് നിർത്തലാക്കിയിട്ട് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് റിബേറ്റ് കൊടുക്കുന്നുണ്ട്, 20% റിബേറ്റ് കൊടുക്കും. പക്ഷേ അത് 56 ദിവസമേ ഉള്ളൂ. ഇതിനു മുമ്പിൽ അത് കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റിബേറ്റ് ഉള്ളത് വർദ്ധിപ്പിക്കണം, ദിവസം വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വിഷുവിനെല്ലാം 14 ദിവസം കൊടുക്കും, ഇപ്പം 10 ദിവസമാക്കി. ക്രിസ്മസ് പല വിശേഷ ദിവസങ്ങളിലും കൂടുതലുള്ളതെല്ലാം ഇപ്പോൾ കുറച്ച് കൊടുത്തിട്ട് ഇപ്പോൾ കൊടുത്തു വരുന്നത് 56 ദിവസം മാത്രമാണ്. ആ റിബേറ്റ് ഇതും വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ ഈ മേഖലയിലെ സെയിൽസ് കൂടും. ഇത് വിപുലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7ാം ക്ലാസ് വരെയാണ് സ്കൂൾ യൂണിഫോം കൊടുക്കുന്നത് ഗവൺമെൻറ്. അൺഎയ്ഡഡിൽ 4ാം ക്ലാസ്, അത് വർദ്ധിപ്പിച്ച് 10ാം ക്ലാസ് വരെ കൊടുക്കണോ, മറ്റേത് 7ാം ക്ലാസ് വരെ ആക്കണം. അങ്ങനെ അതാണ് വിപുലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. ഗവൺമെൻറ് നിലയിൽ ശ്രദ്ധപ്പെടുത്തുമ്പോൾ അങ്ങനെ വർദ്ധിപ്പിച്ച് മറ്റ് മേഖലകളിൽ ഇപ്പോൾ ട്രാൻസ്പോർട്ട് പോലെ ഗവൺമെൻറ് മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം ഈ കൈത്തറി വാങ്ങിക്കാൻ വരുമ്പോൾ അപ്പോൾ നെയ്ത്തുകാരും കൂടുതലുണ്ടാക്കാൻ കഴിയും, പ്രൊഡക്ഷൻ കൂടുതലുണ്ടാക്കാനും കഴിയും. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഒരു പദ്ധതിക്ക് പ്രത്യേക ഒരു സാമ്പത്തിക പാക്കേജിന് രൂപം കൊടുക്കണം. എന്നാൽ അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകുകയും അതായത് ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഈ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വേണം കേന്ദ്ര ഗവൺമെൻറ് അടക്കം സഹായത്തോടുകൂടി കൊണ്ടുവരണം. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും വേണം എന്നാണ് ഈ മേഖലയിലെ തൊഴിലാളികൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ധനമന്ത്രി അല്പസമയത്തിനകം നിയമസഭയിലേക്ക് പുറപ്പെടാനായി ഇറങ്ങും. തത്സമയ ദൃശ്യങ്ങളുമായി തിരിച്ചെത്താൻ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ധനമന്ത്രി അല്പസമയത്തിനകം നിയമസഭയിലേക്ക് പുറപ്പെടും. 9 മണിയോടെയാണ് ബജറ്റ് അവതരണം. 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന അവതരണമാണെന്ന് മനസ്സിലാക്കുന്നു. ശരണാണ് അടുത്ത് ചേരുന്നത്. ശരൺ, അദ്ദേഹം ഇറങ്ങാറായോ?
ശരൺ, കേൾക്കാമോ? അദ്ദേഹം അവിടുന്ന് ഇറങ്ങാറായോ? എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോഴും തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനാണ്, അതായത് 8 കൂടി അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നിയമസഭയിലേക്കാണ് പോവുക. നിയമസഭയിൽ പോയ ശേഷം മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി ചെറിയ രീതിയിലുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും. അതിനുശേഷം 9 മണിയോടുകൂടിയാണ് അദ്ദേഹം ബജറ്റ് പ്രസംഗം ആരംഭിക്കുക. നേരത്തെ അച്ചടി വകുപ്പ് അടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിൽ നിന്നും ഇറങ്ങി ഗ്രൗണ്ട് ഫ്ലോറിലെത്തുകയും അച്ചടി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നേരിട്ട് കാണുകയും അവർ ഇതിന്റെ ആദ്യ കോപ്പി ധനമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിനുശേഷം കോപ്പിയുമായി അദ്ദേഹം ഈ ഹാളിലേക്ക് എത്തുകയും അവിടെ ഇരുന്ന് അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷവും നമ്മൾ ഈ മൻമോഹൻ ബംഗ്ലാവിലായിരുന്നു. അതായത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് അവിടെയാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി അവിടെയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 5 വർഷവും അദ്ദേഹം ഈ കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പങ്കുവച്ചിരുന്നതാണ്. എന്നാൽ ഇത്തവണ KN ബാലഗോപാൽ മാത്രമാണ് ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിലുള്ളത്. അദ്ദേഹത്തിനൊപ്പം കുടുംബാംഗങ്ങൾ ആരും തന്നെ ഇല്ല. അദ്ദേഹം നമ്മൾ ചോദിച്ചിരുന്നു കുടുംബാംഗങ്ങൾ ആരെങ്കിലും എത്തുമോ എന്നടക്കം ചോദിച്ചു. എന്നാൽ കുടുംബാംഗങ്ങൾ ആരും ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും ഏത് രീതിയിലുള്ള പദ്ധതികളായിരിക്കും വരിക എന്നുള്ള കാര്യത്തിലടക്കം ചോദിച്ചപ്പോൾ വളരെ കുറച്ച് സമയമാണ് തനിക്ക് ലഭിച്ചത്. ആ ചെറിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള മികച്ച പദ്ധതികൾ ആ പദ്ധതി ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും എത്ര സമയം ഈ ബജറ്റ് പ്രസംഗം നീണ്ടു നിൽക്കുമെന്നുള്ള കാര്യവും നമ്മൾ ആരാഞ്ഞിരുന്നു. അപ്പോഴാണ് അദ്ദേഹം 1.5 മണിക്കൂറിനുള്ളിൽ ബജറ്റ് പ്രസംഗം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 9 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ 10:30-ക്കുള്ളിൽ തന്നെ ഈ ബജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ക്രമീകരണമാണ്, അല്ലെങ്കിൽ ആ ഒരു ബജറ്റ് അവതരണമാവ് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 8:30-ക്ക് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഇറങ്ങുന്ന മുറയ്ക്ക് നമുക്ക് തത്സമയ ദൃശ്യങ്ങളുമായി ഇപ്പോൾ ബജറ്റിലെ എങ്ങനെയാണ് കേരളം വിവിധ മേഖലകൾ അതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വരാം. പ്രവാസികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രവാസികൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. തിരിച്ചുപോക്ക് പോലും അസാധ്യമായ നിരവധി പേരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അവർക്ക് പലർക്കും 1 രൂപ പോലും വരുമാനമില്ല. അവധിക്ക് നാട്ടിൽ വന്നവർക്കാണെങ്കിൽ തിരികെ പോകാൻ കഴിയുമോ എന്ന ആശങ്ക. തിരികെ പോയില്ലെങ്കിൽ കിടപ്പാടം തന്നെ ജപ്തിയിലാകുമെന്ന സ്ഥിതിയാണ് പലർക്കും. ഇവരെല്ലാവരും ഈ ബജറ്റിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് ഷൗക്കത്ത് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. അവിടെ ഡ്രൈവറായാണ് ജോലി. മടക്കം വൈകിയതോടെ ഇവിടെ സുഹൃത്തിൻ്റെ ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടിക്കുകയാണ്. ഓട്ടോയുടെ ദിവസവാടക കൊടുക്കാനുള്ള വരുമാനം പോലും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. പ്രവാസി എന്ന നിലയിൽ സർക്കാരിൽ നിന്ന് ഒരു സഹായവും കിട്ടിയിട്ടില്ല. സർക്കാരിനെ കൊണ്ട് ഉപകാരം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഉപകാരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റ് കിട്ടുന്നുണ്ടെന്നല്ലാതെ ആകെപ്പോൾ ഒരു 2 മാസത്തെ കിറ്റാണ് എനിക്ക് കിട്ടിയത്. അതും കിട്ടിയെന്നല്ലാതെ സർക്കാരിനെ കൊണ്ട് വേറൊരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. തിരിച്ചു പോകേണ്ട സമയം ആയി വരുന്നു. പക്ഷേ കോവിഡ് പിടിമുറുക്കിയതോടെ യാത്ര അനിശ്ചിതമായി നീളുകയാണ്. വീട് വായ്പ വാങ്ങി വെച്ചതാണ്. അതിനുവേണ്ട നടപടിയാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഓട്ടോ തൊഴിലാളിയാണ്. പിന്നെ ഒരു കൂലിക്ക് ഓട്ടോ ഓടിക്കുന്ന ആളാണ് ഞാൻ. 200 രൂപ മുതലാളിക്കും എണ്ണ അടിച്ചു കഴിഞ്ഞാൽ ബാക്കി എനിക്ക് മെച്ചം വരുന്നത് 100 രൂപ 150 രൂപയാണ്. 1 കിലോ മത്തി വരെ വാങ്ങാനുള്ള പൈസ വരെ ഇവിടെ നിന്നിട്ട് കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ലോണ് മാസം 10,000 രൂപ അടക്കാനുള്ളത് എങ്ങനെ അടക്കും എന്നുള്ളത് അത് ആലോചിച്ചിരിക്കുന്ന നേരമാണ്. കാരണം എന്തായാലും ഈ കണ്ടീഷനിൽ മുന്നോട്ട് പോകില്ല, തിരിച്ചു പോകൽ നിർബന്ധമാണ്. ഇവിടെ ലോണ് ഒരു സംഖ്യ ലോണാണ്. 10 ലക്ഷം രൂപയുടെ കടം ഇപ്പോഴെ തന്നെ ഉണ്ട്. അതിലിപ്പോൾ ഈ കോവിഡ് കാലത്ത് ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് 2 മാസം ഈ 1 മാസം തെറ്റി. ഇനിയിപ്പോൾ അടുത്ത മാസം 1-ാം തീയതി ഒരു അടവ് വരാണ്ട് അവൻ തെറ്റാനുള്ള പരിപാടിയാണ്. മുന്നോട്ട് പോകുന്നത് എനിക്ക് ഉറപ്പില്ല. ഇത് ജപ്തി ചെയ്യുമോ എന്നുള്ള പേടിയിലാണ്. സർക്കാർ ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കുന്ന പ്രവാസികൾക്ക് നൽകേണ്ടത് ഇപ്പം ലോണൊക്കെ നൽകുന്ന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ലോൺ കണ്ടീഷനിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോൺ ഒരുപാട് ഉപാധികളൊക്കെ ഉണ്ട്. ആ ഉപാധികളൊക്കെ തരണം ചെയ്ത് വേണം ലോൺ കിട്ടുള്ളൂ. അപ്പോൾ സർക്കാരിനെ കൊണ്ട് കഴിയുന്ന പ്രവാസികൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ ആ ഒരു തരത്തിൽ സർക്കാരിൻ്റെ വഴിയിൽ ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാം. നൂലാമാലകൾ കുറക്കണം. കാരണം ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് സർക്കാർ. അതൊക്കെ എടുത്ത് ഒഴിവാക്കിയാലേ പ്രവാസികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതോടെ എങ്ങനെ തിരിച്ച് ഗൾഫിലേക്ക് പോകും എന്നറിയാത്ത അവസ്ഥയിലാണ് ഷൗക്കത്തടക്കം നിരവധി പ്രവാസികൾ.
രണ്ട് കാര്യങ്ങളാണ് പ്രവാസികൾ സർക്കാരിന് മുൻപിൽ വെക്കുന്നത്. തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കുക, ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ട സഹായം നൽകുക. ജനമനസ്സറിയുന്ന സർക്കാർ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണിവർ. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. ഇത്തരത്തിൽ ഓരോ മനുഷ്യരും വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലത്താണ് ബജറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ചെറിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബജറ്റിനെ കാണുന്നത്. എത്തരത്തിൽ ഒരു കൈത്താങ്ങാവുമോ ബജറ്റ് എന്നുള്ളത് ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയരും എന്നാണ് അല്പം മുമ്പ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളതും. ഏതായാലും കാണാൻ നമുക്ക് ഒരു ചെറിയ ഡെവലക്കേഷൻ. മറ്റെല്ലാ മേഖലകളും ആദ്യ ലോക്ക്ഡൌണിന് ശേഷം തുറന്നെങ്കിലും ഒരനക്കവും ഉണ്ടാവാത്തത് ടൂറിസത്തിലാണ്. രണ്ടാം തരംഗം കഴിഞ്ഞാലും എപ്പോൾ സജീവമാകുമെന്ന് പറയാനാവാത്ത മേഖല. കേരളത്തിൽ 10 ഒരാൾക്ക് തൊഴിൽ നൽകുന്ന മേഖല. അവിടെ എല്ലാവരും ഇപ്പോൾ തൊഴിൽ രഹിതരാണ്. കായൽ ടൂറിസം മേഖലയിൽ നിന്ന് ശരണ്യ സ്നേഹിത റിപ്പോർട്ട്. പുതിയ സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെ വലിയ പ്രതിസന്ധിയിലായ വിവിധ മേഖലകളുണ്ട്. അതിൽ ഏറ്റവും തരിപ്പണമായ ഒരു മേഖലയാണ് ടൂറിസം, പ്രത്യേകിച്ച് കായൽ ടൂറിസം രംഗം. നമ്മളിപ്പോൾ ഉള്ളത് പുന്നമടയിലാണ്. പുന്നമടയിലെ ബോട്ട് ജീവനക്കാരും ബോട്ട് ഉടമകളുമായ ആളുകൾ, ഹൗസ് ബോട്ട് ഉടമകളുമായ ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. ഇവരോടൊപ്പം തന്നെ ചെറുവള്ളങ്ങൾ ഉൾപ്പെടെ ഈ ടൂറിസം രംഗത്തേക്ക് ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ആളുകളുമുണ്ട്. അവരുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ചേട്ടാ, നിങ്ങളുടെ ഒരു സാഹചര്യം, ഈ ടൂറിസം രംഗം മൊത്തത്തിൽ നിശ്ചലമായ ഒരു അവസ്ഥയാണല്ലോ, എന്താ നിങ്ങളുടെയൊക്കെ സാഹചര്യം ഇപ്പോൾ? വളരെ മോശമായ അവസ്ഥയിലാണ്. ഞങ്ങളൊക്കെ വളരെ പാവപ്പെട്ട വീടുകളിൽ നിന്നും ഉള്ളവരാണ്. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടും വളരെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുമൊക്കെയാണ് ഈ വള്ളങ്ങളും എല്ലാം എടുത്തത്. ഈ 1 വർഷമായിട്ട് ഞങ്ങൾ മാനസികമായിട്ട് ആയുസ് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ജീവിത നിലവാരവും താഴ്ന്നു, ഞങ്ങളുടെ ആരോഗ്യപരമായിട്ട് ഞങ്ങൾ തളർന്നു, ഞങ്ങളുടെ ആയുസ്സും കുറഞ്ഞു. ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നിങ്ങൾക്ക് പ്രഖ്യാപിച്ച പാക്കേജുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആളുകളിലേക്ക് പൂർണ്ണമായും എത്തുന്നുണ്ടോ? കുറഞ്ഞ പേർക്ക് 1500 ബോട്ടോളം ഈ ആലപ്പുഴ പുന്നമട ആലപ്പുഴ ഹൗസ് ബോട്ടുകളുണ്ട്. അതിൽ 96 ബോട്ടിന് സർക്കാർ ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട്. ഈ ആനുകൂല്യം അനുവദിച്ച് തന്നെ വളരെ 80,000 രൂപ താഴെ 1 ലക്ഷം രൂപ താഴെയാണ്. എന്നാൽ ഈ ബോട്ട് മെയിൻ്റനൻസ് ചെയ്ത് കിടങ്ങുന്ന ഓടുന്നതുകൊണ്ട് ഒരു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയോളം നമുക്ക് അധികമായിട്ട് ചെലവായിരിക്കും. ഈ ഹൗസ് ബോട്ടുകളെയും അല്ലെങ്കിൽ മറ്റ് ഈ കായൽ ടൂറിസത്തെയും ആശ്രയിച്ച് നിരവധി മേഖലകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തുണി അലക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെ മത്സ്യ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതമാണ് കടുത്ത പ്രതിസന്ധിയിലേക്ക്. എങ്ങനെ നിങ്ങളുടെ ഒരു തൊഴിലാളിയാണ്, എന്താ ജീവിതാവസ്ഥ? എന്താ? വളരെ മോശമാണ്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇടക്കാലത്തോട് ബോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് 2-3 മാസത്തിലേക്ക് 2-3 മാസം ഞങ്ങൾ അത്യാവശ്യം തള്ളി നീക്കി. അതും സാലറി ബേസിക്കലല്ല, അന്നന്ന് കൂടുന്ന ആ ഒരു പ്രതിഫലം മേടിച്ചുകൊണ്ടാണ് ഇത്ര നാൾ ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയത്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ വന്ന കൊറോണ ഈ അവസ്ഥയിൽ വളരെ തുറന്ന് അത് ഞങ്ങളിപ്പോൾ സ്കൂള് നമ്മൾ ഡൊണേഷൻ ഉള്ള സ്കൂളിൽ നിന്നും ഇപ്പം അതില്ലാത്ത സർക്കാർ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. തൊഴിലാളികൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഭാഗങ്ങൾ ഇതുവരെ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നെ പോലെ ആധാറിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എങ്കിലും അതിനെപ്പറ്റിയൊന്നും ഇതുവരെ ഒരു ഇതും ഈ ബഡ്ജറ്റിൽ നിങ്ങൾ തൊഴിലാളികളെ പരിഗണിക്കണമെന്ന് ആവശ്യമില്ലേ? തൊഴിലാളികളെ പരിഗണിക്കണമെന്ന് നമ്മൾ പല ഇതിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതുവരെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞതായിട്ടുള്ള ഒരു അറിവുമില്ല. വായ്പ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നോ ഈ സർക്കാർ പ്രഖ്യാപിച്ച്? വായ്പ 96 ബോട്ടിനാണ് ആകപ്പാട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 750ഓളം ബോട്ടുകൾ ഇവിടെ ലൈസൻസുള്ള ബോട്ടുകളുണ്ട്. അവർക്ക് ഇത് കൊടുക്കാനോ സർവേ പാസ്സാക്കാനോ ഉള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇതിപ്പം നാളെ മുതൽ മഴ പിടിക്കുകയാണ്. അപ്പം ഇത് മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപ ഇതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് ചാർജ് വരും. പനമ്പ് മാത്രമല്ലേ? പനമ്പ് ഇതിൻ്റെ പെയിൻറ്റിങ് എല്ലാം രണ്ടാമത് ചെയ്തിട്ട് വേണം ഇത് ഓടാൻ. പിന്നെ നാളെ മുതൽ മഴ പിടിക്കുകയാണ്. നമ്മൾ മഴ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പൊങ്ങും, ഒഴുക്ക് കൂടും. അപ്പം നമ്മളിത് സേഫ്റ്റിക്ക് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇത് ഓടിയില്ലെങ്കിലും 2-3 സ്റ്റാഫിൻ്റെ ആവശ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ശമ്പളം കൊടുക്കാനൊക്കെ വരുമാനം ഇല്ലാതെ എന്ത് ചെയ്യും നിങ്ങൾ? ശമ്പളം അവർക്ക് ചെറിയൊരു ശമ്പളം കണ്ടെത്തി നമ്മളിപ്പോൾ കയ്യിൽ നിന്ന് കണ്ടെത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥ. എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു ബോട്ടിൽ? എനിക്ക് 2 ബോട്ട് സ്വന്തമായിട്ടും 10 ബോട്ട് ലീസിനെടുത്ത് നടത്തിയിരുന്നു. 40 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. 40 തൊഴിലാളികളുടെ അവസ്ഥ എന്താ? 40 തൊഴിലാളികളുടെ അവസ്ഥ വളരെ മോശമാണ്. അവരെല്ലാം വേറെ പണി കണ്ടെത്തി. കുറച്ച് പേര് പോയിട്ടുണ്ട്, കുറച്ച് പേര് വീട്ടിൽ തന്നെ പണിയില്ലാതിരിക്കുകയാണ്.
ഇതാണ് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ടൂറിസം മേഖല കടന്നു പോകുന്നത്. കായൽ ടൂറിസം മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ഹൗസ് ബോട്ടുകളാണെങ്കിലും അപ്പോൾ ഹോം സ്റ്റേകളടക്കമുള്ള വിവിധ സംവിധാനങ്ങളെല്ലാം കടുത്ത പ്രതിസന്ധിയിലാണ്. ഉടമകളെക്കാൾ വലിയ പ്രതിസന്ധി തൊഴിലാളികൾക്കുണ്ട്. സാധാരണ തൊഴിലാളികളുടെ ജീവിതം വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സമയം 8:30 പിന്നിടുന്നു. ധനമന്ത്രി അല്പസമയത്തിനകം നിയമസഭയിലേക്ക് തിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരണാണ് അവിടെ നിന്ന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചേരുന്നത്. ശരൺ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അദ്ദേഹം ഇറങ്ങാറായോ? വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, അല്പസമയത്തിനകം തന്നെ KN ബാലഗോപാൽ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 8:30 ഇറങ്ങുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. നമ്മൾ അതിനായി കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയാണ്. കാരണം ബജറ്റ് ഏത് രീതിയിലായിരിക്കുമെന്നുള്ള സംബന്ധിച്ചൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് യാത്ര ആരംഭിക്കും. നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം 9 മണിക്കാണ് ബജറ്റ് പ്രസംഗം ആരംഭിക്കുക. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബജറ്റ് പ്രസംഗമായിരിക്കും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുക എന്നുള്ള കാര്യം KN ബാലഗോപാൽ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ആ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ 1.5 മണിക്കൂർ വളരെ നിർണായകമായി, കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഈ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അദ്ദേഹത്തിന് ഈ ആദ്യ കോപ്പി ഈ അച്ചടി വകുപ്പ് ഉദ്യോഗസ്ഥർ കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അച്ചടി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹം താമസിക്കുന്ന ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയും അവിടെ എത്തി ആദ്യ കോപ്പി അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം അത് പരിശോധിക്കുകയും അതിനുശേഷം പ്രഭാത ഭക്ഷണത്തിനായി ഹാളിൽ എത്തുകയും പ്രഭാത ഭക്ഷണം കഴിക്കുകയും തുടർന്നാണ് അദ്ദേഹം മുറിയിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മുറിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇറങ്ങിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നിയമസഭയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യും. നമുക്കറിയാം, വളരെ വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ഒരേപോലെ തിരിച്ചടി നേടുന്ന സാഹചര്യം, തുടർച്ചയായ 2 വർഷം ലോക്ക്ഡൌൺ ഉണ്ടാകുന്ന സാഹചര്യം. കഴിഞ്ഞ ലോക്ക്ഡൌണിൽ നിന്നും ലോക്ക്ഡൌൺ ഏൽപ്പിച്ച ഒരു ആഘാതത്തിൽ നിന്നും ജനങ്ങൾ കരകയറുന്ന ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും ഒരു ലോക്ക്ഡൌൺ കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അല്പസമയത്തിന് ഇറങ്ങാൻ മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയി. വളരെ പെട്ടെന്ന് തിരിച്ചു. ഒരു നല്ല കോഫി പോലെ ഒരു നല്ല വരനെ കിട്ടാൻ ബുദ്ധിമുട്ടാ. ധനമന്ത്രി അല്പസമയത്തിനകം നിയമസഭയിലേക്ക് യാത്ര തിരിക്കും. ഗസ്റ്റ് ഹൗസിൽ നിന്നും ശരൺ തീരുന്നു. ശരൺ, നേരത്തെ ശരൺ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു പ്രതിസന്ധി കാലത്തെ, ജനങ്ങളെല്ലാം വലിയ ദുരിതത്തിൽ ജീവിക്കുന്ന കാലത്തെ ബജറ്റാണ്. ആ രീതിയിൽ തന്നെ ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യും എന്ന് അദ്ദേഹം അല്പം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തു. ശരൺ, തുടരുക. ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ തവണ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റുണ്ട്. ആ ബജറ്റിൽ നിന്നും വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ ചില കൂട്ടിച്ചേർക്കലുകൾ അനിവാര്യമായി മാറുകയാണ്. കാരണം നമുക്കറിയാം, ഈ കോവിഡിന്റെ 2ാം തരംഗം അത് വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റാണ്. കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോവിഡിന്റെ 2ാം തരംഗത്തെ പ്രതിരോധിക്കാനുള്ള കൂടുതൽ പദ്ധതികൾ സ്വാഭാവികമായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട്. ഒപ്പം തന്നെ 3ാം തരംഗം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പദ്ധതികളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയാണ് മറ്റ് മേഖലകളിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായ 2 വർഷവും ലോക്ക്ഡൌൺ വരിക, അത് ജനങ്ങളുടെ ജീവിതത്തിന് മേൽ വലിയൊരു ആഘാതം ഏൽപ്പിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് കരകയറാൻ ഉതകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് ആശ്വാസമേകുന്ന പദ്ധതികൾ സ്വാഭാവികമായിട്ടും അതിനുള്ള തുകയും ഒപ്പം തന്നെ ആ പദ്ധതികളും വകയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പദ്ധതികൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായി മാറുകയാണ് ഇനിയുള്ള ഒരു 1.5 മണിക്കൂർ. അതായത് 9 മണിക്ക് ആരംഭിച്ചാൽ 10:30 വരെ നീണ്ടു നിൽക്കുന്ന ബജറ്റ് പ്രസംഗമായിരിക്കും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1.5 മണിക്കൂറിനുള്ളിൽ ഏതൊക്കെ മേഖലകൾ കവർ ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്നുള്ള വലിയ ആകാംക്ഷ
ജനങ്ങൾക്ക് ഉള്ളിലുണ്ട്. ആ ആകാംക്ഷയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്, അതായത് ആ ആകാംക്ഷ അങ്ങനെ തന്നെ തുടരുകയാണ്. 9 മണിക്ക് ബജറ്റ് അവതരണം അദ്ദേഹത്തിന് ആരംഭിക്കേണ്ടതുണ്ട്. അതിന് മുൻപായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം, നേരത്തെ 8:30 അദ്ദേഹം ഇറങ്ങുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് വൈകിയിരിക്കുന്നു, 8:30 ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇറങ്ങുമ്പോൾ തന്നെ മാധ്യമങ്ങൾ പ്രതികരണം ആരായാൻ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഇത്തരത്തിൽ മൻമോഹൻ ബംഗ്ലാവിൽ നിന്നും നിയമസഭയ്ക്ക് തിരിക്കുന്നതിന് മുൻപായി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഏതൊക്കെ രീതിയിൽ ഉള്ള പ്രതീക്ഷയായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ബജറ്റ് ആയിരിക്കും, ഏത് രീതിയിലുള്ള ബജറ്റ് ആയിരിക്കും അവതരിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ സൂചന അടക്കം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏത് രീതിയിലുള്ള ബജറ്റ് ആയിരിക്കും ഇത്തവണ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സൂചന നൽകുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങും. മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ മേഖലയിലടക്കം ഏത് രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടാകും, ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന എന്തൊക്കെ പദ്ധതികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലടക്കം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. അതിനും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്. അതിൽ പറഞ്ഞിരുന്നത് ഈ ഭാവി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് അതിന് മുതൽക്കൂട്ടാകുന്ന ഒരു ബജറ്റ് ആയിരിക്കും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. ഏതായാലും ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ് പുതുക്കിയായിരിക്കും ഇത്തവണ ബജറ്റ് അവതരണം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ള കാര്യം അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നേരത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ്, ആ ബജറ്റിന്റെ പുതുക്കി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ബജറ്റ് അവതരണം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഏറുന്നത്. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സാധ്യതയില്ല. നേരത്തെ ഉണ്ടായിരുന്ന ബജറ്റ്, ആ ഭരണ തുടർച്ചയുണ്ടായ സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ബജറ്റ് ഞങ്ങളുടെ ബജറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ബജറ്റ് അവതരണം വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില കൂട്ടിച്ചേർക്കലുകൾ അത് വളരെ അനിവാര്യമായി മാറുകയാണ്. പ്രത്യേകിച്ച് പുതിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ സ്വാഭാവികമായിട്ടും ഈ ബജറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ഒരു ബജറ്റ് അവതരണമായിരിക്കും പുതിയ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, നേരത്തെ ധനമന്ത്രിയായിട്ട് തോമസ് ഐസക് ചുമതല ഏൽക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സമയം ലഭിച്ചിരുന്നു, 42 ദിവസം ലഭിച്ചിരുന്നു. അത്തരത്തിൽ ഈ ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ നല്ലൊരു ബജറ്റ് തയ്യാറാക്കുന്നതിനുള്ള സമയമടക്കം അദ്ദേഹം ലഭിച്ചിരുന്നു. പക്ഷേ KN ബാലഗോപാൽ ചുമതലയേറ്റ ശേഷം വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ. ഈ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നിന്നാണ് അദ്ദേഹം ഈ പദ്ധതികളെല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹം അത് രാവിലെ നമ്മളോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു, എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തൊരു ബജറ്റ് ആയിരിക്കും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും എല്ലാ മേഖലയിലുള്ള ആളുകളും വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ചുറ്റും പ്രതിസന്ധികൾ മാത്രം ഉരുണ്ടുകൂടുന്ന ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി ഈ ബജറ്റിനെ നോക്കിക്കാണുകയാണ് എല്ലാ ജനവിഭാഗങ്ങളും. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ കാക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ളവരുമായി സംസാരിച്ചിരുന്നു. അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളുമായിട്ട് സംസാരിച്ച അവർ വ്യക്തമാക്കിയത് വലിയ ദുരിതമാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ആദ്യമായിട്ട് ഈ ലോക്ക്ഡൌൺ വരുന്നു, അപ്പോൾ വലിയ ദുരിതമായിരുന്നു. അതിൽ നിന്നും ആ ആഘാതത്തിൽ നിന്നും കരകയറുന്നതിന് മുമ്പാണ് വീണ്ടും ഒരു ലോക്ക്ഡൌൺ കൂടി വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ തുടർച്ചയായ 2 വർഷത്തിലും ലോക്ക്ഡൌൺ വരുമ്പോൾ ഇനി ആശ്വാസം ഞങ്ങൾക്ക് ഏകുന്നത് ബജറ്റ് മാത്രമായിരിക്കും. അതായത് പുതിയ ധനമന്ത്രിയുടെ ബജറ്റിൽ ഉണ്ടാകുന്ന ആശ്വാസ പദ്ധതികൾ മാത്രമായിരിക്കും എന്നുള്ള കാര്യവും ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ കൂടെ ജനങ്ങൾ ഉറ്റുനോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ധനമന്ത്രി ഏത് രീതിയിലായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. KN ബാലഗോപാൽ മാധ്യമങ്ങളിൽ കാണുക. നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. കേരളത്തിൻ്റെ ഭാവിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൻ്റെ സാമ്പത്തിക നിലയിൽ, തൊഴിൽ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ എല്ലാം വലിയ പുരോഗതി ഉണ്ടാവണം. കോവിഡിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള വളരെ വലിയ ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും നേരിടുകയാണ്, രാജ്യമാകെ നേരിടുകയാണ്. അതിനകത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പരമാവധി മുന്നോട്ട് പോകാനും സഹായം എത്തിക്കാനും കഴിയുന്ന നിർദ്ദേശങ്ങളുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിലും
വളരെ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ആരോഗ്യവും ജനങ്ങളുടെ സാമ്പത്തിക നിലയും ഒക്കെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു 20 മിനിറ്റേ ഉള്ളൂ. ഒരു കാര്യം മാത്രം ചോദിക്കുന്നത്, ബജറ്റ് പ്രസംഗം വലിയ നീളമുള്ളതാണ്. ബജറ്റ് പ്രസംഗം നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ബജറ്റായിട്ട് തന്നെ വിശദമായി അവതരിപ്പിച്ചു. സാധാരണഗതിയിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ 77 ഒഴിച്ച് ഒരേ ഗവൺമെൻറ്റുകൾ അങ്ങനെ വന്നില്ല. 77 സാഹചര്യം നമുക്കറിയാം. അപ്പോൾ ബഡ്ജറ്റ് വളരെ വിശദമായി അവതരിപ്പിച്ചാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ബഡ്ജറ്റ് ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് തന്നെയാണ്, അതിനകത്തുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊപ്പമുള്ള കാര്യങ്ങളാണ് ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് അതല്ല ഒത്തിരി ധാരാളം ദൈർഘ്യമുള്ളൊരു ബഡ്ജറ്റാണോ എന്നുള്ളതിനകത്ത് വലിയ പ്രസക്തിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്ന ബഡ്ജറ്റ് ആയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. ആത്മവിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പ്രഖ്യാപനങ്ങളുടെ നീണ്ട നിലയായിരുന്നു വോട്ട് ഓൺ അക്കൗണ്ട് ഉണ്ടായത്. അപ്പോൾ ഈ പുതിയ ബജറ്റാകില്ല, പുതുക്കിയ ബജറ്റാകുമെന്ന് താങ്കൾ പറയുമ്പോൾ തുടർ പ്രഖ്യാപനങ്ങളാകുമോ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനുള്ള തുക കണ്ടെത്താനുള്ള വഴികളാകും? എന്തായാലും നമ്മളൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ അവതരിപ്പിക്കാൻ പോവില്ലേ, നമുക്ക് ഉടൻ തന്നെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. എന്തായാലും ആത്മാർത്ഥമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഏറെ നേട്ടങ്ങൾ വളരെ പ്രധാനമാണ്. 1957 ജൂൺ മാസം 7-ാം തീയതിയാണ് EMSൻ്റെ മന്ത്രിസഭയുടെ ബഡ്ജറ്റ് സി അച്യുതമേനോൻ അവതരിപ്പിച്ചത്. 1957 ജൂൺ മാസം 7-ാം തീയതി അവതരിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു ജൂണിൽ ഇങ്ങനൊരു ബഡ്ജറ്റ് അവതരണം വരുമ്പോൾ ഇത്രയും വർഷങ്ങളുടെ അനുഭവത്തിൽ കൂടി നിങ്ങൾക്കറിയാം, കേരളത്തെ രൂപപ്പെടുത്തുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും കൃത്യമായ ഒരു ഗതി നിർണ്ണയിക്കുന്നതിന് ജനങ്ങൾക്കൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ. അതുകൊണ്ട് അതനുസരിച്ചുള്ള പരമാവധി കാര്യങ്ങളാണ്. ബാക്കി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലൊരു ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും പ്രപ്പോസലും എല്ലാം നിർദ്ദേശങ്ങളും ചില കണ്ടെത്തലുകളും നീക്കിയിരിപ്പുകളും ഒക്കെയാണ്. സഭയാണല്ലോ അത് ഫൈനലൈസ് ചെയ്യുന്നത്. ചർച്ചകളിൽ കൂടി അത് പൂർത്തീകരിക്കുക എന്നുള്ളത് നിയമസഭയുടെ അവകാശമാണ്. നിയമസഭ അംഗീകരിക്കുന്നതനുസരിച്ച് ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ ഇത് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമയത്ത് അവിടെ എത്തണം. സ്വാഭാവികമായും ഇത്തരം ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ടെൻഷൻ ആയാലും വലിയ ഉത്തരവാദിത്വ ബോധം കൊണ്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഉത്തരവാദിത്വ ബോധമുണ്ടല്ലോ എല്ലാ തരത്തിലും നിങ്ങൾക്കറിയാം ഇതിൻ്റേതായ ഒരു സാഹചര്യം. ആ ഉത്തരവാദിത്വ ബോധം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അതിനെല്ലാം പേറിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഏറ്റവും നന്നാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാം സഹായം അതിനുണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാവർക്കും നന്ദി. ധനമന്ത്രി അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു. ഏതായാലും പുതിയ സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ബജറ്റ് തന്നെയായിരിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ബജറ്റിൻ്റെ ദൈർഘ്യം, നീളം എന്നുള്ളതല്ല വിഷയം, പുതിയ സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ബജറ്റ് അതുതന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതും. കേരളത്തെ രൂപപ്പെടുത്തുന്നതിലും മുന്നോട്ട് നയിക്കുന്നതിലും 57 ബജറ്റിനെയും ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രൂപപ്പെടുത്തുക, മുന്നോട്ട് നയിക്കുക എന്ന 2 പദപ്രയോഗങ്ങൾക്കും ഈ അർത്ഥത്തിൽ വലിയ പ്രാധാന്യവുമുണ്ട്. അതിനുതകുന്ന ബജറ്റായിരിക്കും എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം നിയമസഭയിലേക്ക് ബജറ്റ് അവതരണത്തിനായി പോവുകയാണ്. പതിവ് സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായി കേരളം മുഴുവൻ ജനതയും തന്നെ, എല്ലാ മേഖലയും തന്നെ സാഗൂതം വീക്ഷിക്കുന്ന ഒരു ബജറ്റാണിത്. കാരണം ഒരു സഹായം, ആശ്വാസം, കൈത്താങ്ങ അത് എല്ലാ മേഖലകളും, ആരോഗ്യമെന്നില്ല, ടൂറിസം എന്നില്ല, സാധാരണ തൊഴിലാളികളെന്നില്ല, എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയുടെ ഒരു ഭാരമുണ്ട്, അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ആ പ്രതീക്ഷയെ അഡ്രസ്സ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. 20 മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ, ബാക്കി സഭയിൽ കാണാം എന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു 10-15 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ എന്തൊക്കെയാണ് സഭയിൽ ബജറ്റിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ. ധനമന്ത്രിയുടെ വസതിയിൽ നിന്നും മാക്സിമം ഒരു
10 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ നിയമസഭയിലേക്ക്. അത്രയും വേണ്ടി വരില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ധനമന്ത്രി നിയമസഭയിലെത്തും. ഇറങ്ങുന്നതിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിലവിൽ വളരെ പ്രസക്തമാണ്. മുൻ ധനമന്ത്രി തോമസ് ഐസക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവസാന ഭാഗത്ത് അവതരിപ്പിച്ച വിശദമായ ബജറ്റുണ്ട്. അതിനോട് കൂട്ടിച്ചേർക്കലുകൾ ഈ കാലത്തിൽ അതിനുശേഷം നമ്മളുണ്ടായ വലിയ പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബജറ്റിൻ്റെ കൂട്ടിച്ചേർക്കലുകൾ അത് നിർണായകമാണ്. എന്തൊക്കെയാണ് എന്നുള്ളത് അതിലേക്കാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിന് ശേഷം സാഹചര്യങ്ങൾ സാമ്പത്തിക രംഗത്താകട്ടെ വിവിധ മേഖലകളിലാവട്ടെ സാഹചര്യങ്ങൾ വീണ്ടും സങ്കീർണമായി. ആരോഗ്യമേഖലയിലും സങ്കീർണമായി. ആരോഗ്യമേഖലയിൽ ഇനി കൂടുതൽ 3ാം തരംഗമടക്കമുള്ള സാധ്യതകൾ കാണുമ്പോൾ ഇനിയും ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തണം. നിലവിൽ തന്നെ ആരോഗ്യമേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം അല്ലെങ്കിൽ സമ്പത്തിൻ്റെ വിഹിതം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നന്നായി പിടിച്ചു വയ്ക്കാൻ പറ്റി. പക്ഷേ കൂടുതൽ ശക്തിപ്പെടുത്തണം ആരോഗ്യമേഖലയെ. അതിലേക്ക് കൂടുതൽ സമ്പത്ത് ആവശ്യം വരും എന്നുള്ള നിരീക്ഷണങ്ങളാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അത് നോക്കി കാണണം. വിദ്യാഭ്യാസ മേഖലയ്ക്കും ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത രീതിയിലാണ് നമ്മളുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസവും. അതുകൊണ്ട് തന്നെ K-4 പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ അതിൽ അദ്ദേഹത്തിൻ്റെ ധനമന്ത്രിയുടെ അല്ലെങ്കിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അലോട്ട്മെൻറ്റ് എത്രയാണ് എന്നുള്ളത് നിർണായകം. തൊഴിൽ പ്രശ്നമാണ് ഒരു വലിയ പ്രശ്നം. തൊഴിലില്ലാത്ത മനുഷ്യരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ നീക്കിയിരിപ്പ് അതെത്രമാത്രം എന്നുള്ളതും എല്ലാവരും തന്നെ കേരളത്തിലെല്ലാവരും തന്നെ വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും മുൻകാല ബജറ്റുകളിൽ വികസന പദ്ധതികൾ എന്തൊക്കെ, പുതിയ പദ്ധതികൾ എന്തൊക്കെ എന്നുള്ളതൊക്കെയാണ് പ്രധാനമായും നോക്കുന്നത്. പക്ഷേ നമ്മുടെ കഷ്ടകാലമായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമുക്കുള്ള കൈത്താങ്ങുകൾ എന്നുള്ളതിനായിരിക്കും സാധാരണ മനുഷ്യർ കൂടുതൽ ശ്രദ്ധിക്കുക. അത്തരത്തിൽ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ബജറ്റാണ്. കിഫ്ബിയുടെ വികസന പദ്ധതികൾ വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ട ഒരു ഭരണകാലമാണ് കടന്നുപോയത്. അതിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കും എന്നുള്ളതും കേരളം നാളത്തേക്ക് നോക്കിക്കാണുന്നു. ആദ്യം ഇന്നത്തെ ഈ ദുരവസ്ഥയെ അഡ്രസ്സ് ചെയ്യുക, അത് കഴിഞ്ഞ് നാളത്തേക്കുള്ള നീക്കിയിരിപ്പുകൾ എന്ത്. സ്വാഭാവികമായിട്ടും ഈ കാലത്തിലെ ബജറ്റ് അത്തരത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്നു ഒരു മനുഷ്യരെ സംബന്ധിച്ചും. നിയമസഭയിലേക്ക് സ്പീക്കർ എത്തിക്കഴിഞ്ഞു. ഒൻപത് മണിയോടുകൂടി സഭ ആരംഭിക്കും. നിയമസഭയുടെ ഉള്ളിലുള്ള ദൃശ്യങ്ങളും പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്പീക്കർ എത്തുന്നത് നമ്മൾ കണ്ടു. ബാക്കി MLA-മാർ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. സഭയ്ക്കകത്തും MLA-മാർ എത്തിയിട്ടുണ്ട്. MLA-മാർ ഓരോരുത്തരായി സഭയിലേക്ക് പ്രവേശിക്കുന്നു. ധനമന്ത്രി ഇത് അല്പസമയത്തിനകം എത്താറായി നിയമസഭയിലേക്ക് എത്തും. നിയമസഭയുടെ പ്രധാന കവാടത്തേക്ക് ധനമന്ത്രിയുടെ വാഹനം തിരിഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ്. ഇനിയൊരു 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ കേരളം കാത്തിരിക്കുന്ന സംസ്ഥാന ബജറ്റിന്. പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ജനങ്ങൾക്കുള്ള ആശ്വാസങ്ങൾ എന്തൊക്കെയാണ്, ജനങ്ങൾക്കുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ്, ഇനി രക്ഷപ്പെടാനുള്ള വഴികൾ എന്തൊക്കെയാണ്, എല്ലാം തന്നെ നമ്മൾ അറിയുന്നു ഇനിയുള്ളൊരു 1.5 മണിക്കൂറിൽ. അതിനുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ധനമന്ത്രി നിയമസഭയിൽ എത്തിക്കഴിഞ്ഞു.
രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ്. ഏറ്റവും വെല്ലുവിളി നേരിടുന്ന കാലങ്ങളിലെ ബജറ്റ്. എല്ലാ അർത്ഥത്തിലും മനുഷ്യർ സഹായം, കൈത്താങ്ങ് ആഗ്രഹിക്കുന്ന ഒരു കാലത്തിലെ ബജറ്റ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ചരിത്രപരമായ ഒരു ബജറ്റാണിത്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബജറ്റ് അവതരണത്തിനായി ധനമന്ത്രിയും നിയമസഭയിലെത്തി. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം കേരളം കാത്തിരിക്കുന്ന ബജറ്റിന്. അംഗങ്ങളെ കണ്ട് അഭിവാദ്യം ചെയ്യുന്നു ധനമന്ത്രി. സ്പീക്കറും 10 മിനിറ്റ് മുമ്പ് സഭയിലെത്തിയിട്ടുണ്ട്. ഇനി സ്പീക്കർ സഭയുടെ ഉള്ളിലേക്ക് 9 മണിയോടുകൂടി, ഏതായാലും ഒരു 5 മിനിറ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ബജറ്റ് അവതരണത്തിന് തുടക്കമാവും. ഇപ്പോൾ നിയമസഭയിൽ നിന്നും സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ബജറ്റിൻ്റെ സമയവും ദൈർഘ്യവുമല്ല, ഈ കാലഘട്ടം നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക, ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുക എന്നുള്ളതാണ് എന്ന്. സജിത്ത്, ഇനിയുള്ള ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെ അതാണ് കേരളം കാത്തിരിക്കുന്നത്. അതായത് ധനമന്ത്രി ഏറ്റവും ഒടുവിലും ആവർത്തിക്കുന്നത് കേരളത്തിൻ്റെ പ്രതീക്ഷകൾ അത് പൂർത്തിയാക്കുന്ന, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന, അതിന് പരിഗണന കൊടുക്കുന്ന ഒരു ബജറ്റ് ഉണ്ടാകുമെന്നതാണ് ധനമന്ത്രി ആവർത്തിക്കുന്നത്. കേരളവും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കാരണം ഈ ഒരു ദുരന്തകാലത്തെ അഭിമുഖീകരിക്കുന്ന അത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികളുള്ള ഒരു ബജറ്റ് എന്ന പ്രത്യേകത ബജറ്റിൽ, ഈ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ആദ്യ ബില്ല് നിയമസഭയിൽ മുഴങ്ങിക്കഴിഞ്ഞു. അടുത്ത സഭാ നടപടികളിലേക്ക് കടക്കുകയാണ്. സ്പീക്കർ ഉടൻ തന്നെ സഭയിലേക്കെത്തും. നിയമസഭാ സ്പീക്കർ എത്തിയതിനു ശേഷം ബജറ്റ് അവതരണത്തിന് ധനമന്ത്രിയെ ക്ഷണിക്കും. ഇതാണ് നടപടിക്രമം. 9 മണിക്ക് തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് 3.5 മണിക്കൂറോളം ദൈർഘ്യത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ബജറ്റുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത്തവണ അതൊരു ഏറെക്കുറെ 1.5 മണിക്കൂറോളം ദൈർഘ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം കൂട്ടിച്ചേർക്കപ്പെട്ട ബഡ്ജറ്റ് ആണ് എന്ന പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ ഈ 1.5 മണിക്കൂർ ദൈർഘ്യമേ ഉള്ളൂ എന്നത് ബജറ്റിൻ്റെ പ്രസക്തി ഇല്ലാതാക്കുന്നില്ല. അതിൻ്റെ അകത്തെ ഉള്ളടക്കം അത്ര വലിയ ശോഭനമാണ് എന്നതാണ് ധനമന്ത്രി ഉറപ്പ് നൽകുന്നത്. അത് എത്ര കണ്ട് ഉറപ്പ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം വരുന്നു എന്നത് എന്തായാലും നമുക്കറിയാം. അല്പസമയത്തിനുള്ളിൽ തന്നെ സർക്കാർ കാത്തുവച്ചിരിക്കുന്ന ധനമന്ത്രി ജനങ്ങൾക്ക് നൽകുന്ന ആ പദ്ധതികൾ, ആ പ്രഖ്യാപനങ്ങൾ അതെന്താണെന്ന് നമുക്കറിയാം. ബജറ്റ് അവതരണം ആരംഭിക്കുകയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിലെത്തി. അദ്ദേഹം മന്ത്രിമാരുമായുള്ള ആശയവിനിമയങ്ങൾ നടത്തി, അവരുമായി ആശയവിനിമയം നടത്തുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ബജറ്റ് അവതരണത്തിലേക്ക് കടക്കും. സ്പീക്കർ ഉടൻ നിയമസഭയിലേക്ക്, സഭാ ഹാളിലേക്ക് എത്തും. സ്പീക്കർ എത്തുന്നതോടുകൂടി നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുകയാണ്. ധനമന്ത്രി നിയമസഭയിൽ അംഗങ്ങളുമായി അഭിവാദ്യം ചെയ്തു, ആശയവിനിമയം നടത്തുന്നു, മുഖ്യമന്ത്രിയോട് സംസാരിച്ചു.
മറ്റ് മന്ത്രിമാരോടുകൂടി അദ്ദേഹം സംസാരിച്ച് ബജറ്റ് അവതരണത്തിനായി നീങ്ങുന്നു. ഈ സ്പീക്കർ എത്തുന്നതോടുകൂടി നടപടികൾക്ക് തുടക്കമാവുകയും ചെയ്യും. ഭരണപക്ഷ അംഗങ്ങളുടെ അടുത്തും പ്രതിപക്ഷ അംഗങ്ങളുടെ അടുത്തും എത്തി അഭിവാദ്യം ചെയ്താണ് ധനമന്ത്രി കന്നി ബജറ്റ് അവതരണത്തിനായി നീങ്ങുന്നത്.